എന്തിന്? എന്നെ അവർ ഏൽപ്പിക്കുന്ന ജോലി ഞാൻ ചെയ്യുന്നു. In that case, I have to say you are a criminal and not a criminal lawyer. സമ്മതിച്ചു, ഞാൻ കുറ്റവാളി തന്നെ. പക്ഷെ ഒന്ന് ചോദിച്ചോട്ടെ സാർ, കൈമളിനെ രക്ഷപ്പെടുത്തുന്നത് ഞാനാണെന്ന് പറഞ്ഞല്ലോ. നിങ്ങളുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് 100% എഫിഷ്യൻസിയോടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ എനിക്ക് വാദിച്ച് ജയിക്കാൻ പറ്റുമായിരുന്നോ? ഞങ്ങളുടെ കഴിവ് കേടുകൊണ്ടല്ല, നിങ്ങളുടെ കഴിവിന്റെ കൂടുതൽ കൊണ്ടാ പ്രോസിക്യൂഷൻ പലപ്പോഴും പരാജയപ്പെടുന്നത്. സമ്മതിച്ചിരിക്കുന്നു. താങ്ക് യു സർ. പക്ഷെ ഈ കഴിവൊക്കെ നല്ല രീതിയിൽ വിനിയോഗിച്ചിരുന്നെങ്കിലോ? യു ആർ എ ജീനിയസ് ഇൻ ദ റോങ് വേ. പ്രകാശ്, നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ മോറൽ വാല്യൂസിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ശുദ്ധീകരണം തലപ്പത്ത് നിന്ന് തുടങ്ങുന്നല്ലേ സാർ നല്ലത്? അങ്ങനെയാണെങ്കിൽ ചിലപ്പോ സാറിന്റെ തലയിൽ തൊപ്പി കാണില്ല അല്ലേ? നോ പ്രകാശ്, അങ്ങനെയുള്ള പേടിയൊന്നും എനിക്കില്ല. എങ്കിൽ തുടങ്ങണം സാർ, ഞാനും കൂടാം. സ്വിസ് ബാങ്കിൽ അക്കൗണ്ട് ഉള്ള MLA-മാരുടെയും MP-മാരുടെയും മന്ത്രിമാരുടെയും ലിസ്റ്റ് ഞാൻ സാറിന് തരാം. അവരുടെ സോഴ്സ് ഓഫ് ഇൻകം എന്താണെന്ന് സാറിന് വിളിച്ചെത്ത് കൊണ്ടുവരാൻ പറ്റുമോ? കള്ളക്കടത്തുകാരുടെ കയ്യിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ വാങ്ങിയിട്ടുള്ള സംഭാവനകളുടെ ഡീറ്റെയിൽസ് സാറിന് വേണോ? നിരോധിച്ച മരുന്നുകൾ രാഷ്ട്രീയക്കാരുടെ ഒത്താശയോടെ വിറ്റഴിച്ചതിന്റെ തെളിവുകളും ഞാൻ തരാം. കേക്കട്ടെ, സാറിന് എന്ത് ചെയ്യാൻ കഴിയും? ഇവരെയൊക്കെ ഞാൻ ജസ്റ്റിഫൈ ചെയ്യുന്നു എന്നാണോ പ്രകാശ് പറയുന്നത്? ഐ എം സോറി സാർ, ഇത്തരം ഉപദേശങ്ങൾക്കൊന്നും ഞാൻ വലിയ വില കൽപ്പിക്കുന്നില്ല. ഈ ലോകത്ത് കാശാണ് വലുത്, എനിക്കും സാറിനും എല്ലാവർക്കും. പിന്നെ കൈമളുടെ കേസുകൾ വാദിക്കുന്നത് കൊണ്ട് മാത്രം അയാളുടെ എല്ലാ ചെയ്തികളും ഞാൻ ന്യായീകരിക്കുന്നുണ്ടെന്ന് സാർ വിചാരിക്കണ്ട. ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ പ്രൊഫഷൻ. വ്യക്തിപരമായി കൈമളുമായുള്ള അടുപ്പമോ? സമ്മതിച്ചു, പക്ഷെ അതിന് മതിയായ കാരണങ്ങളുണ്ട്. എന്റെ കരിയർ ബിൽഡ് ചെയ്യാൻ വളരെയധികം സഹായിച്ചിട്ടുള്ള ആളാണ് കൈമൾ. ഒരു മകനെ പോലെയാണ് അത് എന്നെ സ്നേഹിക്കുന്നത്. ആ സ്നേഹത്തിന്റെ പിന്നിലുള്ള സ്വാർത്ഥത ഒരു പക്ഷേ പ്രകാശിന് ഇന്ന് മനസ്സിലാവില്ല. ഓക്കെ, ലീവ് ഇറ്റ്. കാലം എല്ലാം പറഞ്ഞുതരും. ശരി, ഞാൻ സാറിനെ ഏതെങ്കിലും രീതിയിൽ ഹെർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ എം സോറി. ഏയ്, ഒരിക്കലുമില്ല. സ്വകാര്യ സംഭാഷണത്തിൽ പോലും വാദിച്ച് ജയിക്കാനുള്ള നിങ്ങളുടെ കഴിവിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഞാൻ ഇറങ്ങട്ടെ. സമയമായോ? സാറ് കൂടുന്നോ? ഇല്ല. ഇവനുണ്ടല്ലോ, ഇവ സ്ഥിരമായിട്ട് കള്ളസാക്ഷി പറയുന്ന ഒരുത്തനായിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമെന്ന് പുള്ളി പ്രതീക്ഷിച്ചില്ല. എന്റെ ഈ ചോദ്യം കേട്ടതും അവൻ നെർവസായി. സത്യം പറഞ്ഞ അവൻ മുണ്ടിനകത്തുള്ള മൂത്രം ഒഴിച്ചു. ഇത് പറഞ്ഞപ്പോഴാ എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം. എന്താടേ, ബോറടിച്ചോ? ടിവിയിൽ നല്ലൊരു പ്രോഗ്രാം. എന്റെ പൊന്നാശാനെ, അത് ഓൺ ചെയ്യല്ലേ. മനുഷ്യനെ ഇത്രയും ബോറടിപ്പിക്കുന്ന ഒരു സാധനം. ഇഡിയറ്റ് ബോക്സ് എന്ന് അതിന് പേരിട്ടവനെ സമ്മതിക്കണം. അല്ല സാർ, ഇന്ന് കുമാരി രാധികയുടെ നല്ലൊരു ലളിതഗാനമുണ്ട്. ഓ, അത് ശരി, പാട്ടും കൂടാണോ? ഒരൊറ്റ ഒരെണ്ണത്തിന് പാടാനും അറിയില്ല, ഒറ്റ ഒരെണ്ണത്തിന്റെ സ്വരസാനവും ശരിയല്ല. അല്ല, നല്ല ശാരീരമുള്ള ഒരു... നല്ല ശരീരം ഉള്ളത്, അല്ലാതെ ശരീരമല്ല, നല്ല ശരീരം. ഇത് ഇവന്മാരുടെ സ്ഥിരം പരിപാടിയാണ്. അല്ല, സാറിന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട്? ഇപ്പോഴും ഇഷ്ടമല്ല. ഇതാര് പാടിയത്? രാധിക. ആര്? രാധിക. പോരാ, അവളുടെ ശ്യാമമേഹം പോരാ. ഞാൻ കേട്ടാ ഇവിടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാൻ ഡ്രോപ്പ് ചെയ്യണം? വേണ്ട. ആണല്ലോ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓ, ശ്യാമമേഘമേ നീ പ്രേമദൂതുമായി വരുമോ? ശ്യാമമേഘമേ നീ സ്നേഹദൂതുമായി വാ. ശ്യാമമേഘമേ നീ സ്നേഹദൂതുമായി. ഹലോ, ആ ദൂരദർശൻ കേന്ദ്രൻ അല്ലേ? അല്ലേ, നീ നേരത്തെ പറഞ്ഞോടാ. ഓടാന്നോ? അത് ശരി, റോങ് നമ്പർ വിളിച്ച. ശ്യാമമേഘമേ നീ സ്നേഹദൂതുമായി വാ. ഹലോ, ദൂരദർശൻ കേന്ദ്രല്ലേ? അതെ, എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. ഇന്ന് വൈകിട്ട് 8 മണിക്ക് TV-യിൽ ഒരു പെൺകുട്ടി ഒരു പാട്ട് പാടിയില്ലേ? ശ്യാമമേഘമേ വാ യദുകുല. അതെ, രാധിക. ആ കുട്ടിയുടെ അഡ്രസ് ഒന്ന് വേണം. സോറി. അതെന്ത് സോറി ആശാനെ? അതെ, എനിക്ക് ഹലോ, എനിക്ക് പിന്നെ എന്തിനാ അറിയിക്കാന്? അത് പ്രതികരണത്തിൽ ചോദിച്ചാൽ മതി. എനിക്ക് പ്രതികരണത്തിൽ കൂടെ അറിയിച്ചാൽ പോരാ, നേരിട്ട് അറിയിക്കണം. താൻ
ഞാൻ ആരാന്നോ? എടോ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അതിന്റെ മൗലികാവകാശ എനിക്ക് നേരിട്ട് അറിയിക്കണം. അതിന്റെ അഡ്രസ് കല്യാണം കഴിക്കാനാണോ? ആ കല്യാണം കഴിക്കാൻ തന്നെ. തനിക്ക് എങ്ങനെ മനസ്സിലായി? കല്യാണം കഴിക്കാൻ തന്നെടാ. എടോ താൻ കൂടുതൽ വായൊന്നും അടിക്കണ്ട. താൻ ആ പരിപാടി ഇറങ്ങി കട്ടായപ്പോയതിനെ കുറിച്ച് എന്ത് പറയുന്നു? ഞാൻ ആരാന്നോ? ഞാൻ നിന്റെ തന്ത. വളരെ മോശമായിപ്പോയി. ഒരാളുടെ തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ, പക്ഷെ അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞോണ്ടല്ലേ അയാൾ മോശമായിപ്പോയി. നീ ഇപ്പൊ വിളിച്ച് സോറി പറഞ്ഞേക്കാം. അയാളുടെ തന്തയ്ക്കൊക്കെ പറയാന്ന് പറഞ്ഞ. ഹലോ, ദൂരദർശൻ ഇപ്പോഴേ ഒരാള് വിളിച്ച് തന്റെ തന്തയ്ക്ക് പറഞ്ഞില്ലേ, അത് ആരാണെന്ന് തനിക്ക് അറിയോ? ഞാനോ? ഞാൻ തന്നെയാ തന്തയ്ക്ക് വിളിച്ച ആള്. ഞാൻ നിന്റെ തന്തയാടാ, തന്ത. അയ്യോ, ഒരാളുടെ തന്തയ്ക്ക് പറഞ്ഞു. എന്തൊരു ആശ്വാസം. അതാണമ്മ അതിന്റെ കാര്യം. നമ്മൾ എത്ര വിചാരിച്ചാലും നന്നാവില്ല. പഠിച്ചല്ലേ പാടുള്ളൂ. ചായ. ഡോക്ടർ KS മേനോന്റെ മോള. ആരെ? ഇന്നലെ രാത്രി ദൂരദർശൻകാർക്ക് ഫോൺ ചെയ്ത് ചോദിച്ചില്ലേ ആ കുട്ടിയുടെ അഡ്രസ്? ഗിരിനഗറിലാ താമസം. ഇതുപോലൊരു അമ്മ എവിടുന്ന് കിട്ടു? മോൻ മനസ്സിൽ കാണുന്നൊക്കെ എക്സ്റേ എടുക്കുമ്പോഴല്ലേ എടുക്കുന്നത്? അമ്മയടുത്തെല്ലാം പറഞ്ഞു കൊടുത്തല്ലേ? ഞാനെന്ത് അമ്മയടുത്ത് പറഞ്ഞു കൊടുത്തല്ലേ? ഈശ്വരനോട് അയ്യപ്പനോട് സത്യം ഞാനൊന്നും പറഞ്ഞു. പിന്നെ അവിടെ സംസാരിച്ചോണ്ടിരുന്നോ? അയ്യോ, അത് ഞങ്ങൾ വേറെ നാട്ടുകാരിയൊക്കെ പറഞ്ഞതാ. ഇതാണ് പറഞ്ഞത് രാത്രിയായാലും ഇത്ര ബോധമൊക്കെ വേണമെന്ന്. അയ്യേ, ആ ഫോൺ എടുത്ത ആളുടെ തന്തയ്ക്ക് വിളിച്ചതൊക്കെ അമ്മ കേട്ടിരിക്കുമല്ലേ? പിന്നെ ആകെ നാണക്കേടായി. ഏതായാലും ആ ദൂരദർശൻകാർ കാരണം ഇങ്ങനെ ചില നല്ല കാര്യങ്ങൾ നടക്കട്ടെ. അല്ല, ഇനി എപ്പോഴാ കല്യാണം? ആരുടെ? എന്റെ മോനെ കാള വാല് വെക്കുന്ന കണ്ടാൽ അറിയില്ലേ? രാഘവേട്ടാ, കല്യാണം വരെ എത്തുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. കാറിലോ? കല്യാണത്തിന് എനിക്ക് ചില നിർബന്ധങ്ങളുണ്ട്. അതൊരു പ്രേമ വിവാഹമായിരിക്കണം. ഒരു കുട്ടിയെ കാണുക, അതുമായി ഇഷ്ടത്തിലാകുക, അമ്മയില്ല പരസ്പരം അറിയുക, പിന്നെ നുറുങ്ങ് പരിഭവങ്ങൾ, പിണക്കങ്ങൾ, ഇണക്കങ്ങൾ, ഇതിന്റെയൊക്കെ ഒരു ത്രിൽ അറിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. മതിയെന്നേ. പക്ഷെ അതിനു മുമ്പ് ആദ്യം കുട്ടിക്ക് എന്നെ ഇഷ്ടമാണോന്ന് അറിയണമല്ലോ. അതിനൊക്കെ വഴിയുണ്ടെന്നേ. എങ്ങനെ? അതിനൊക്കെ വഴിയുണ്ടെന്ന്. ഞാനില്ല ഇവിടെ അടി വെച്ചു. അയ്യോ രാമേ, ഞാൻ എത്ര ദൂരത്തുനിന്ന് വരുമെന്നറിയോ? ദൂരദർശൻ കേന്ദ്രത്തിന്റെ അവിടുന്ന് ഓട്ടോ കയറി, ബസ് കയറി, ഇത് എവിടെ എത്തിയപ്പോ ഐസ്ക്രീം ബാർ കയറി ആ കുട്ടി. അതിനെന്താ, അവര് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അയ്യേ, അത് കഴുതി കൂട്ടി കാത്തിരിക്കുന്ന പോലെ തോന്നുന്നു. ഒരു കാര്യം ചെയ്യും, മെല്ലെ ഐസ്ക്രീം ബാർ കയറി ഒരു ഐസ്ക്രീം വാങ്ങി, പിന്നെ ഞാൻ പറഞ്ഞതുപോലെ പരിപാടി. അയ്യ, അതൊക്കെ ഒരുമാതിരി. അയ്യേ, എന്തൊരു മാതിരി. അങ്ങോട്ട് ചെല്ല്. പോട്ടെ. ഇനി ഇങ്ങനത്തെ ചാൻസ് കിട്ടില്ല കേട്ടോ. അച്ഛനാണോ സത്യം? ധൈര്യമായിട്ട് ചെല്ല്, ധൈര്യമായിട്ട്. ഞാൻ അനുഭവിച്ചോളൂ. ചെല്ല്. ഒരു ഐസ്ക്രീം. ഏതാ വേണ്ടത്? ഏതാ ഉള്ളത്? വെനില, സ്ട്രോബെറി, ചോക്ലേറ്റ്, പിസ്ത, ബട്ടർ സ്കോച്ച്, ചോക്കോബാർ എല്ലാം ഉണ്ട് സാർ. ഏതാ വേണ്ടേ? മിസ് രാധികയല്ലേ? അതെ, വരട്ടെ. ഈ ടിവിയിലൊക്കെ അതെ സാർ, അതെ. അല്ല സാർ, എക്സ്ക്യൂസ് മീ, ടിവിയിലെ പ്രോഗ്രാം ഞാൻ കണ്ടിരുന്നു, വളരെ നന്നായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ്. ഡോക്ടർ KS മേനോന്റെ മകളല്ലേ? അതെ, അച്ഛനറിയോ? കൊള്ളാം. ഞങ്ങളുടെ ഫാമിലി ഡോക്ടറല്ലേ? ഇത്ര ചെറുപ്പം മുതലേ എന്നെ എത്ര പ്രാവശ്യം ചികിത്സിച്ചിട്ടുള്ള ആളാ. എന്റെ അമ്മൂമ്മയുടെ വാദം ഒരു ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹം മാറ്റി കൊടുത്തത്. പുള്ളിയെ കണ്ടാൽ തന്നെ പകുതി അസുഖം പോകുന്ന അമ്മൂമ്മ പറയാനുള്ളത്. പുള്ളി ചികിത്സിച്ച് ഭേദമാക്കേണ്ട കാര്യമില്ല, അത്ര കൈപ്പുണ്യമുള്ള ആളാ. ഡോക്ടർമാരുടെ ഇടയിൽ ഒരു മാണിക്യമാണ് മേനോൻ ഡോക്ടർ. എന്റെ അച്ഛനാണോ നിങ്ങൾ ചികിത്സിക്കുന്നത്? അതെ. ഉറപ്പാണോ? മേനോൻ ഡോക്ടറെ എനിക്കറിയില്ലേ, എന്താ പ്രശ്നം? അല്ല, എന്റെ അച്ഛനൊരു മൃഗ ഡോക്ടറാണ്. ആ,